ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൗലോ കൊയ്ലോയുടെ 1986 പുറത്തിറങ്ങിയ ദ പിൽഗ്രിമേജ് എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയാണ്. ഇത് വേറൊരു യാത്രാ വിവരണ പുസ്തകമോ അല്ലെങ്കിൽ ആത്മകഥാംശമായിട്ടുള്ള പുസ്തകം മാത്രമല്ല, മനുഷ്യൻ തന്റെ ഉള്ള ഭയങ്ങളെയും അഹംഭാവത്തെയും എങ്ങനെ കീഴടക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ച കൂടിയാണ്. ഈ ഒരു നോവലിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് പൗലോ കൊയ്ലോ തന്നെയാണ്. അദ്ദേഹം റാം എന്ന് പറയുന്ന നിഗൂഢ കാത്തോലിക്ക സംഘടനയിലെ മാസ്റ്റർ പദവിയിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. പുതിയ മാസ്റ്ററുടെ വാള് സ്വീകരിക്കുന്ന ചടങ്ങിനിടെ അദ്ദേഹത്തിന്റെ അഹംഭാവം കാരണം ആ ഒരു പദവി ലഭിക്കുന്നതിൽ നിന്നും അദ്ദേഹം പരാജയപ്പെടാണ്. അത് തിരികെ ലഭിക്കണമെങ്കിൽ ഫ്രാൻസിൽ നിന്നും സ്പെയിനിലെ സാന്റിയാഗോയിലേക്ക് 700 കിലോമീറ്റർ ദൂരമുള്ള പുരാതന തീർത്ഥാടന പാതയിലൂടെ അദ്ദേഹം യാത്ര ചെയ്ത് ആ ഒരു വാള് നേടിയെടുക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ അദ്ദേഹത്തോട് പറയാണ്. അങ്ങനെ പൗലോ കൊയ്ലോ തന്റെ യാത്ര ആരംഭിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഫ്രാൻസിൽ വെച്ചിട്ട് റാം സംഘടനയിൽ തന്റെ അംഗമായിട്ടുള്ള പെട്രസ് എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. അദ്ദേഹം പൗലോ കൊയ്ലോയുടെ വഴികാട്ടിയാവുകയും യാത്രയിലുടനീളം പൗലോയെ ശാരീരികവും ആത്മീയവുമായിട്ടുള്ള പരീക്ഷണങ്ങളുടെ നയിക്കുന്ന ഒരു ഗുരുവും കൂടിയായി മാറുകയാണ്.